ആർക്കെതിരെയും കള്ളപ്പരാതിയും ആരോപണങ്ങളും ഉന്നയിക്കാം. പോലീസിനെയും മാധ്യമങ്ങളെയും കബളിപ്പിക്കാം. പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാം. എന്നാൽ കള്ളവും ചതിയും ഒരു നാൾ പൊളിഞ്ഞു വീഴും. അതാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ സംഭവിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്തൃവീട്ടുകാരും ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് പറവൂർ സ്വദേശിനിയായ യുവതിയും കുടുംബവുമാണ്. അതേ തുടർന്ന് രാഹുൽ എന്ന ചെറുപ്പക്കാരന് നാടുവിടേണ്ടി വന്നു. ആ കുടുംബത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിച്ചു. പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചെന്ന ആക്ഷേപം നേരിട്ട സിഐക്കെതിരെ നടപടിയുമുണ്ടായി. പോലീസുകാരനെതിരെ കേസുമെടുത്തു. ഒടുവിൽ താൻ പറഞ്ഞതെല്ലാം കള്ളമെന്ന് വെളിപ്പെടുത്തി യുവതിയുടെ തുറന്നു പറച്ചിൽ. പന്തീരാങ്കാവ് കേസിലെ മലക്കം മറച്ചിലിന് പിന്നിൽ എന്താണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഭർത്താവ് രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും പരാതികളും പച്ചക്കള്ളമെന്ന് തുറന്നു പറയുകയാണ് പരാതിക്കാരിയായ യുവതി. പോലീസിനോടും മാധ്യമങ്ങളോടും കുറേയധികം നുണ പറയേണ്ടി വന്നു. അതിൽ കുറ്റബോധമുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചതെന്ന് പറഞ്ഞത് വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. മാട്രിമോണിയൽ സൈറ്റിൽ പരിചയപ്പെട്ട ഒരാളുമായി താൻ ഫോണിൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മർദ്ദിച്ചതെന്നും യുവതി വെളിപ്പെടുത്തി. യുവതിയുടെ മലക്കം മറച്ചിലിന് പിന്നാലെ മകളെ കാണാനില്ലെന്ന് കാട്ടി പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും സമ്മർദ്ദം കാരണമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നും വ്യക്തമാക്കി യുവതി വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി. ഭർത്താവ് രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ മോശമായ കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ കുറ്റബോധമുണ്ടെന്ന ആമുഖത്തോടെയാണ് പറവൂർ സ്വദേശിനിയായ യുവതി കാര്യങ്ങൾ തുറന്നു പറയുന്നത്. എനിക്ക് നുണ പറയാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കളോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നു. പക്ഷേ വീട്ടുകാർ എന്നോട് ഈ രീതിയിൽ പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് തെറ്റായ കാര്യങ്ങൾ പറയേണ്ടി വന്നത്. സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്നും ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്തു മുറുക്കിയെന്നതും കള്ളമാണെന്നും യുവതി വെളിപ്പെടുത്തി. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു. ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറെ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. രാഹുൽ നേരത്തെ വിവാഹിതനാണെന്ന കാര്യവും തനിക്കറിയാമായിരുന്നു. രാഹുലുമായുള്ള വിവാഹം മുടങ്ങിപ്പോകുമോ എന്ന് കരുതി ഈ കാര്യം താനാണ് വീട്ടിൽ അറിയിക്കാതിരുന്നത്. യുവതി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി. അതെന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ മെയ് 5-ാം തീയതിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു. ഡിവോഴ്സ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമ്മളത് പ്രൊസീഡ് ആയത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടാടാ, ഇത് കിട്ടിയില്ലല്ലോ, പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് രാഹുലേട്ടനെ നിർബന്ധിച്ചത്. അത് കുഴപ്പമില്ല, നമുക്ക് പ്രൊസീഡ് ചെയ്യാം, നമുക്ക് 5-ാം തീയതി കല്യാണം കഴിക്കാമെന്ന് ഞാനാണ് രാഹുലേട്ടനോട് പറഞ്ഞത്. 150 പവനും കാറും ചോദിച്ചെന്ന ആരോപണം തെറ്റാണ്. വിവാഹമോതിരവും വസ്ത്രങ്ങളും വിവാഹത്തിന്റെ ഏറെക്കുറെ ചെലവും വഹിച്ചത് രാഹുൽ തന്നെയാണ്. രാഹുൽ തന്നെ മർദ്ദിച്ചു എന്നത് ശരിയാണ്. അതൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ തർക്കത്തെ തുടർന്നാണെന്നും യുവതി തുറന്നു പറയുന്നു. റീസൺ എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത്. 2 പ്രാവശ്യം തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി. അപ്പോൾ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത്. അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു, ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ, തല്ലിയപ്പോൾ എന്താണ് ആ തല്ലലാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു. അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു. അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും
എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടൻ എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. മാട്രിമോണി അക്കൗണ്ടിൽ പരിചയപ്പെട്ട ഒരാളുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ടാണ് രാഹുലും താനും തമ്മിൽ തർക്കമുണ്ടായത്. കേസിന് ബലം കിട്ടാൻ വേണ്ടിയാണ് വക്കീൽ പറഞ്ഞതനുസരിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത്. രാഹുലിന്റെ വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിലും ഇക്കാര്യം പറഞ്ഞിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ് ഒട്ടും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ നിൽക്കാനായിരുന്നു താല്പര്യം. എനിക്ക് ഒട്ടും തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ എന്നെ ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ടുപോവാണ് ചെയ്തത്. അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ ഇവരൊരു പരാതി, അതെൻ്റെ പാരൻസ് ഒരു പരാതി കൊടുത്തായിരുന്നു. അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ, വീട്ടുകാർ എല്ലാവരും കൂടെ വന്നിട്ട് പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനൊരു അച്ഛനോ അമ്മയോ ബ്രദറോ ഉണ്ടാവില്ല എന്ന് എന്നോട് പറഞ്ഞു. രാഹുലേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കത് ആ ഒരു സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എനിക്ക് അവരുടെ കൂടെ തിരിച്ചു പോകേണ്ടി വന്നു. നിലവിൽ ജർമ്മനിയിലുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് യുവതിയുടെ വെളിപ്പെടുത്തലെന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ സിഐക്കെതിരെ നടപടിയുമെടുത്തിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് യുവതി പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയതെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദമോ ഒത്തുതീർപ്പോ ഉണ്ടായോ എന്ന് അന്വേഷിക്കും. നേരത്തെ നൽകിയത് വ്യാജ പരാതിയാണെങ്കിൽ പെൺകുട്ടിയും കുടുംബവും നിയമ നടപടിയും നേരിടേണ്ടി വരും. ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമല്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. ഒരു സമാധാനം കിട്ടുന്നില്ല. മൊത്തത്തിലൊരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക, എല്ലാവരിൽ നിന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഇനിയെങ്കിലും, എനിക്കറിയാം ഒത്തിരി ലേറ്റായി പോയി എന്ന്, ഈ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് സത്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മാറി നിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ റിലീസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എനിക്ക് അവിടെ നിന്നൊരു വധഭീഷണി പോലും ഉണ്ടായതാണ്. സോ നല്ല പ്രഷർ കൊണ്ടിട്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിന്നൊരു വീഡിയോ റിലീസ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചാലും തെളിവുകൾ നശിപ്പിച്ചാലും സത്യം പുറത്തുവരാൻ അധിക സമയമൊന്നും വേണ്ട. തൃശൂർ കുന്നംകുളത്ത് യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞത് ഒരു രാത്രിയുടെ ഇടവേളയിലാണ്. ചെറുവത്താനി സ്വദേശി വിഷ്ണുവിനെ വാക്കുതർക്കത്തെ തുടർന്ന് സുഹൃത്തുക്കൾ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റെന്ന് പറഞ്ഞാണ് വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർക്ക് തോന്നിയ സംശയവും CCTV ദൃശ്യങ്ങളുമാണ് കേസിന്റെ ചുരുളഴിച്ചത്. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷ്ണു ബൈക്കിൽ നിന്ന് വീണ് പരുക്കു പറ്റിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് സുഹൃത്തുക്കൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിൽ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് കൊലപാതകമാണ് എന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ വിഷ്ണു മരിച്ചിരുന്നു. അപകടം സംഭവിച്ചാൽ ആശുപത്രിയിൽ എത്തിക്കാൻ ഇത്ര സമയം എടുക്കുമോ എന്ന സംശയമാണ് കൊലപാതക വിവരം പുറത്തു കൊണ്ടുവന്നത്. വിഷ്ണു മണിക്കൂറുകൾക്ക് മുമ്പേ മരിച്ചു എന്ന വിവരം സുഹൃത്തുക്കളെ അറിയിച്ചപ്പോൾ ആശുപത്രിയിൽ ഇവർ സംഘർഷമുണ്ടാക്കുകയും ചെയ്തു. വിവരം അറിഞ്ഞ് എത്തിയ കുന്നംകുളം പോലീസ് 3 പേരെയും കസ്റ്റഡിയിൽ എടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണുവും സുഹൃത്തുക്കളും തമ്മിൽ സംഘർഷം ഉണ്ടായതായി കണ്ടെത്തിയത്. കാവിലക്കാട് ആനയെ കെട്ടുന്ന സ്ഥലത്ത് വിഷ്ണു സ്ഥിരമായി പോകുന്നത് ചോദ്യം ചെയ്ത സുഹൃത്തുക്കൾ വിഷ്ണുവിനെ ആക്രമിക്കുകയായിരുന്നു. പിന്നാലെ ഇയാൾ ബോധരഹിതനായി വീഴുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചെറുവത്തൂർ സ്വദേശികളായ ശ്രീശാന്ത്, ഷാജിദ്, കണ്ണൻ, വിഷ്ണുരാജ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ന്യൂസ് 18 തൃശൂർ.
ആസ്റ്ററൽ പ്രൊജക്ഷൻ എന്ന സാത്താൻ സേവയുടെ പേരിൽ മാതാപിതാക്കളെ അടക്കം 4 പേരെ കൊലപ്പെടുത്തിയ നന്ദൻകോട് കൂട്ടക്കൊലപാതകം 2017 ഏപ്രിൽ 9-നാണ്. അതായത് 7 വർഷം മുൻപാണ് തലസ്ഥാനത്തെ നഗരഹൃദയത്തിലുള്ള ആ വീട്ടിൽ 4 മനുഷ്യ ശരീരങ്ങൾ വെന്തടങ്ങിയത്. അവിടെ എത്തിയാൽ ഇപ്പോഴും ഭയപ്പെടുത്തുന്ന ഏകാന്തതയാണ്. സമാനമായ ഏകാന്തതയിൽ പ്രതി കേഡൽ ജിൻസൺ രാജ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിചാരണ കാത്ത് കഴിയുകയാണ്. അതിനിടെ പ്രതിക്ക് വിചാരണ നേരിടാനുള്ള മാനസിക ആരോഗ്യമുണ്ടെന്ന് വ്യക്തമാക്കി മെഡിക്കൽ ബോർഡ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ മാസം 22-ന് പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. മാനസിക നിലയുടെ തകരാറുകൊണ്ട് സംഭവിച്ച കൊലപാതകങ്ങളാണെന്നും അതുകൊണ്ട് കേസിൽ നിന്നും വിടുതൽ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കോടതിയിൽ കേദൽ ഹർജി സമർപ്പിച്ചിരുന്നു. കേദലിന്റെ ഈ ആവശ്യം തള്ളിയ കോടതി പ്രതിയുടെ മാനസിക നിലയെക്കുറിച്ച് വ്യക്തത വരുത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. തുടർന്ന് മെഡിക്കൽ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പ്രതി കേദലിന്റെ മാനസിക നിലയിൽ തകരാറില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. വിചാരണ നേരിടാനുള്ള മാനസികാരോഗ്യം പ്രതിക്കുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഏപ്രിൽ 8-നാണ് കേദൽ ജിൻസൺ രാജയുടെ മാതാപിതാക്കളും സഹോദരിയും ബന്ധുവും അതിദാരുണമായി കൊല്ലപ്പെട്ടത്. മുഖ്യപ്രതിയായ കേദലിനെതിരെ ഗുരുതരമായ കുറ്റങ്ങളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുള്ളത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, വീട് നശിപ്പിക്കുക എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായുള്ള ആസ്റ്ററൽ പ്രൊജക്ഷൻ പരിശീലിക്കുന്നതിനായാണ് കൊലപാതകമെന്നായിരുന്നു പ്രതി പോലീസിനോട് പറഞ്ഞത്. ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117-ാം നമ്പർ വീട്ടിലാണ് പ്രൊഫസർ രാജതങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. സാമ്പത്തിക പ്രതിസന്ധിയും ദാമ്പത്യ പ്രശ്നങ്ങളും നിരവധി കുടുംബങ്ങളെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ മണിലാലും കുടുംബവും ജീവനൊടുക്കിയത് സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നാണ്. 3 പേരും വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചത്. ഭാര്യ സ്മിത എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തി. ഇവർക്ക് നേരെ ആരുടെയെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 11-ഓടെയാണ് സംഭവം. കുടുംബസമേതം ജീവനൊടുക്കാൻ പോവുകയാണെന്ന് മണിലാൽ ചില ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. ഇക്കാര്യം അറിഞ്ഞ് നഗരസഭാ കൗൺസിലർ കൂട്ടപ്പന മഹേഷും മകനും സ്ഥലത്തെത്തിയപ്പോൾ മണിലാൽ എന്തോ ദ്രാവകം കുപ്പിയിൽ നിന്ന് കുടിച്ച ശേഷം കസേരയിൽ ഇരിക്കുന്നതാണ് കണ്ടത്. വീടിനകത്ത് കയറി നോക്കിയപ്പോൾ സ്മിതയെയും മകൻ അഭിലാലിനെയും അവശനിലയിൽ കണ്ടെത്തി. 3 പേരെയും ഉടൻ തന്നെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്മിത എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് നിഗമനം. വീട്ടിൽ എത്തിയ സമയത്ത് ഇവൻ ഒരു മദ്യം എടുത്ത് ഇങ്ങനെ കഴിക്കാൻ പോയി. എന്നെ കണ്ടുകൊണ്ട് എന്നെ ആദ്യം അകത്ത് കയറ്റിയില്ല. ഞാൻ തട്ടി മാറ്റി ഞാൻ അകത്ത് കയറി. ഉടനെ കേട്ട എന്നെ ഫ്രണ്ടിലെത്തിയിട്ട് ഈ മദ്യം എടുത്ത് കഴിക്കാൻ പോയി. ഇവൻ ഈ മദ്യത്തിന് തട്ടി എറിഞ്ഞിട്ട് ഞാൻ അകത്തെ റൂമിലോട്ട് കയറിയപ്പോൾ ആദ്യത്തെ മുറിയിൽ മകൻ കിടക്കുന്നു, 2ാമത്തെ മുറിയിൽ അവൻ്റെ ഭാര്യ കമഴ്ന്ന് കിടന്നു, തറയിൽ കമഴ്ന്ന് കിടന്നു. ഇതിനിടയ്ക്ക് ഇവൻ ആ വാഷ് ബേസിൻ്റെ അവിടെ പോയി എന്തോ എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു. ജസ്റ്റ് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് യവൻ എന്തോ എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഭാര്യയും മകനും കിടക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവർ മരിച്ച രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. MLAയുടെ ഡ്രൈവറായിരുന്ന മണിലാൽ പിന്നീട് എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 3 പേരുടെയും മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. എന്ത് വിഷമാണ് കഴിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ
തുടരന്വേഷണത്തിലെ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസിലെ ഇരയുടെ മരണം ഏറെ ദുരൂഹത ഉണർത്തുന്നതാണ്. ഇരട്ടയാറിലെ വീട്ടിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പെൺകുട്ടിയെ കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ പെൺകുട്ടിയുടെ സുഹൃത്തായ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ഇയാളെ കട്ടപ്പന പോലീസ് ചോദ്യം ചെയ്തു. മരിച്ച പെൺകുട്ടിയുമായി യുവാവിന് ബന്ധമുണ്ടായിരുന്നുവെന്ന തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിതയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് സുഹൃത്തായ യുവാവിനെ കട്ടപ്പന പോലീസ് ചോദ്യം ചെയ്തത്. മരിച്ച യുവതിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ചോദ്യം ചെയ്തത്. യുവതിയുടെ മരണം ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. എന്നാൽ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ എന്നറിയാനാണ് പോലീസ് സംസ്ഥാനത്തിന് പുറത്തായിരുന്ന യുവാവിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത്. രണ്ടു വർഷം മുമ്പാണ് യുവതി പീഡനത്തിന് ഇരയായത്. ഈ കേസ് നടന്നു വരുന്നതിനിടെയാണ് യുവതി മരിച്ചത്. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിൽ വീടിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അതിജീവിതയുടെ വീട് സന്ദർശിച്ചിരുന്നു. കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകുകയുമുണ്ടായി. ന്യൂസ് 18 ഇടുക്കി. മകളുടെ മരണത്തിൽ നീതി തേടി കഴിഞ്ഞ 3 വർഷത്തിലധികമായി നിയമ പോരാട്ടം നടത്തുന്ന ഒരു പിതാവുണ്ട് ആലുവയിൽ. സാധാരണ ഗാർഹിക പീഡന കേസുകളിൽ പോലീസ് നടപടി അതിവേഗത്തിൽ നടക്കാറുണ്ട്. എന്നാൽ മോഫിയ പർവീണിന്റെ ആത്മഹത്യയിൽ കേസും നടപടികളും വൈകുന്നുവെന്ന് പിതാവ് തുറന്നു പറഞ്ഞത് ന്യൂസ് 18നോടാണ്. ഒടുവിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. ഭർതൃപീഡനത്തെ തുടർന്ന് 2021 നവംബറിലാണ് മോഫിയ ജീവനൊടുക്കിയത്. നിയമവിദ്യാർത്ഥിനിയായിരുന്ന ആലുവ സ്വദേശി മോഫിയ പർവീൺ ഗാർഹിക പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത്. കേസിൽ അഡ്വക്കേറ്റ് രാജേഷ് എം മേനനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ചുമതല. 2021 നവംബർ 2 മോഫിയ ആത്മഹത്യ ചെയ്ത കേസിൽ 2022 ജനുവരിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മോഫിയയുടെ ഭർത്താവ് സുഹൈൽ 1-ാം പ്രതിയും അമ്മ റൂഖിയ 2-ാം പ്രതിയുമായാണ് കുറ്റപത്രം. ഭർത്താവിന്റെ വീട്ടിൽ ക്രൂരമായ പീഡനമാണ് മോഫിയ അനുഭവിച്ചിരുന്നതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഗാർഹിക പീഡന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ മോഫിയയോട് CI CL സുധീർ മോശമായി പെരുമാറുന്നത് മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിന് പിന്നാലെ പ്രശ്നത്തിൽ ഇടപെടുന്നതിൽ വീഴ്ച വരുത്തിയ ആലുവ CIക്കെതിരെ ഉദ്യോഗസ്ഥലത്തിൽ നടപടിയെടുത്തിരുന്നു. കഴിഞ്ഞ 2.5 വർഷം മോഫിയുടെ പിതാവ് നടത്തിയ പോരാട്ടത്തിന് അല്പം ആശ്വാസം പകരുന്നതാണ് സർക്കാരിന്റെ ഈ നീക്കം. ന്യൂസ് 18 കൊച്ചി. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസിൽ നടന്നത് ക്രിമിനൽ ഗൂഢാലോചനയും വഞ്ചനയുമെന്ന് വ്യക്തമാക്കുകയാണ് പോലീസ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് രാജ്യാന്തര റാക്കറ്റ് മാത്രമല്ല, ചില ആശുപത്രികളും ഡോക്ടർമാരുമുണ്ട്. മുഖ്യപ്രതിയും മലയാളിയുമായ മധുവിനെ ഇറാനിൽ നിന്നും നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്താൽ ഇവരുടെ പ്രവർത്തന മേഖലകളെക്കുറിച്ച് വ്യക്തത വരുമെന്നാണ് ആലുവ റൂറൽ SP പറയുന്നത്. ഇതിനായി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്.
ഇടനിലക്കാരൻ സജിത്തിന്റെ അക്കൗണ്ടിലൂടെ വൻതുകയുടെ ഇടപാട് നടന്നുവെന്നും ഇരകളെ തേടിയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിയന്ത്രിച്ചിരുന്നത് ഹൈദരാബാദുകാരനായ രാമപ്രസാദ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. അവയവക്കടത്ത് കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്ത ഷമീർ മാത്രമാണ് കേരളത്തിൽ നിന്ന് മലയാളിയായ ഏക ദാതാവ് എന്ന രീതിയിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. 20ഓളം പേരെ ഈ സംഘം അവയവദാതാക്കളായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മലയാളി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാളെ കഴിഞ്ഞ ദിവസം മാത്രമാണ് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. ഇയാൾ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ അന്വേഷണത്തിലെ മുന്നോട്ട് പോക്കിൽ ഇവർക്കെതിരെ പുതിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ടെന്ന് റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. കേസിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ കൂടിയും നിലവിൽ അന്വേഷണം നടത്തി പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇരകളിൽ എല്ലാവരെയും തന്നെയും ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ആർക്കും തന്നെയും വാഗ്ദാനം ചെയ്ത പണം നൽകിയിട്ടില്ല എന്നത് മാത്രമല്ല, ഇവരെല്ലാവരെയും ഇത് നിയമാനുസൃതമായ കാര്യങ്ങളാണ് നടക്കുന്നത്, ഇറാനിൽ ഇത് നിയമവിധേയമാണെന്നതടക്കമുള്ള കാര്യങ്ങൾ വിശ്വസിപ്പിച്ചിരുന്നു. ആർക്കും തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു സഹായവും വാഗ്ദാനം ചെയ്തതുപോലെ നൽകിയിട്ടില്ല എന്നും തന്നെ പറയുന്നു. 20 ലക്ഷം രൂപയായിരുന്നു ഷമീറിന് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ 6 ലക്ഷം രൂപ മാത്രമാണ് നൽകിയിരുന്നത്. അതുമാത്രവുമല്ല, ഇയാൾ പലതവണ പണം ചോദിക്കുകയും ചെയ്തിരുന്നു. മെയ് മാസം 3-നായിരുന്നു ഇയാളുടെ ശസ്ത്രക്രിയ നടന്നിരുന്നത്. അതിനെ തുടർന്ന് ഈ സംഘം പോലീസിന്റെ വലയിലാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സംഘം ഇയാളോട് നിർദ്ദേശിച്ചിരുന്നത്, ഷമീറിനോട് പറഞ്ഞിരുന്നത് പോലീസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുക എന്നതാണ്. തനിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, അവയവവും തൻ്റെ കച്ചവടമൊന്നും ആ രീതിയിൽ ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ച് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ ഇയാളോടും നിർബന്ധിച്ചിരുന്നു. ഇയാൾ ആക്ച്വലി ഈ വർഷം ഏപ്രിൽ മാസം 19th ഏപ്രിലിൽ ഈ പ്രതാപൻ കോൺടാക്റ്റിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 21st ഏപ്രിൽക്ക് ഇയാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറാൻ പോയിരുന്നു. സോ 23rd അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ May 3rd ഇയാളിൻ്റെ അവിടെ സർജറി നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസത്തിലൊക്കെ തന്നെ ഡിസ്ചാർജ് ആയിട്ട് പിന്നെ 2 ആഴ്ച അവിടെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോയി. ഇത് ജസ്റ്റ് അടുത്ത കാലിൽ തന്നെ ഈ ബാക്കി എല്ലാവരും കോൺടാക്റ്റിൽ ഓൺലൈൻ വരിനും ഫേസ്ബുക്ക് വരിനും ഈ പ്രതാപൻ നമ്മുടെ കേസിലുള്ള പ്രതിനെ കോൺടാക്റ്റിൽ വന്നിട്ടുണ്ട്. ഇറാനിൽ ഇപ്പോഴുള്ള ഈ മുഖ്യ ആസൂത്രകൻ മധുവിൻ്റെ നിർദ്ദേശപ്രകാരം ഷമീർ ഒളിവിൽ പോവുകയായിരുന്നു ഇത്ര കാലമെന്ന് പോലീസിനോട് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഷമീറിനെ മാപ്പുസാക്ഷിയാക്കാനുള്ള അടക്കമുള്ള ഒരു സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. ഈ സംഘത്തിന് കൂടുതൽ കണ്ണികളുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഇവിടെ പിടികൂടിയ ഇടനിലക്കാർ സബിത്തും അതോടൊപ്പം തന്നെ സജിത്ത് ഈ മധുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിനാമി എന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. സജിത്തിൻ്റെ അക്കൗണ്ടിലൂടെ വൻ തുകകൾ അതിൻ്റെ ഇടപാടുകളടക്കം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു എന്നതാണ്. ഇതിൽ ദാതാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. അതിൽ ഹൈദരാബാദുകാരനായ പ്രതാപ് തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ കുറ്റവാളികൾ പെരുകുകയാണ്. മദ്യവും ലഹരിയും വിദ്യാർത്ഥികളെ അക്രമകാരികളാക്കുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ സിഗരറ്റ് വലിച്ചത് ചോദ്യം ചെയ്തതിന് യുവാവിനെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. കോളേജ് വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ വളാഞ്ചേരി സ്വദേശി റഹീം ആശുപത്രിയിൽ ചികിത്സയിലാണ്. തന്നെ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് റഹീം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ കരിങ്കല്ലത്താണിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുമാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ആംബുലൻസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന കാട്ടിപ്പരുത്തി സ്വദേശി റഹീം വിദ്യാർത്ഥികൾ സിഗരറ്റ് വലിക്കുന്നതിന് മുമ്പ് ചോദ്യം ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾ ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ശബ്ദമുയർത്തരുതെന്ന് പറഞ്ഞതോടെ രോക്ഷാകുലരായ വിദ്യാർത്ഥികൾ റഹീമിനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. ഞാൻ അവിടുന്ന് ഒരു നല്ല ശബ്ദത്തിൽ സംസാരിക്കാണ്ടേക്ക് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ നല്ല ശബ്ദത്തിലാണ് സംസാരിച്ചിരുന്നത്. ഞാൻ ഒന്ന് ശബ്ദം കുറച്ച് സംസാരിച്ചോടെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുതെന്ന് പറഞ്ഞാണ് അവരോട്. അത് പറയാൻ വെച്ചാൽ ആരോടൊന്നും ചോദിച്ചാൽ ആദ്യം അടിച്ചു വരുന്നത്. ആ കോളേജിലത്തെ ചെക്കന്മാർ എപ്പോഴും വന്ന് ചേർത്ത് വലിക്കലുണ്ടാവും. അവിടെ നോപ്പിൽ നിന്ന് അടുത്തുണ്ട്. ഓർക്ക് ചേർത്തേ കൊടുക്കലില്ല. ഓൻ പറയലുണ്ടോ അവിടെ നാട്ടിലുണ്ടോ ഓനെ.
ഓരോ കുട്ടികൾ അവിടെ നാട്ടിലുണ്ട്. ഇവിടെ നിന്ന് സേർട്ട് വലിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഇതൊന്നും തെല്ലാറുണ്ട്. റഹീമിന്റെ ഫോണും വിദ്യാർത്ഥികൾ നശിപ്പിച്ചിട്ടുണ്ട്. പരിക്കേറ്റ റഹീമിനെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം അറിഞ്ഞ് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി. വിദ്യാർത്ഥികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് റഹീം. ന്യൂസ് 18 തിരൂർ. പോലീസ് പെട്രോൾ ഇനി പോകുന്നത് മലപ്പുറം എടവണ്ണയിലേക്കാണ്. എടവണ്ണയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വീണ്ടും മോഷണ പരമ്പര. ടൗണിലെ 2 സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. മാസങ്ങൾക്ക് മുൻപ് എടവണ്ണയിൽ 7ഓളം സ്ഥാപനങ്ങളിൽ കവർച്ച നടന്നിരുന്നു. എടവണ്ണയിലെ പച്ചക്കറിക്കടയിലാണ് മോഷണം നടന്നത്. സമീപത്തെ ഫാൻസി ഷോപ്പിലും മോഷണശ്രമം നടന്നു. പച്ചക്കറിക്കടയുടെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഇവിടെ നിന്ന് പച്ചക്കറികളും മസാലപ്പൊടികളും ഉണക്കമീൻ, അച്ചാർ തുടങ്ങിയവയും 6000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാൻസി ഷോപ്പിന്റെ അകത്ത് കയറാൻ മോഷ്ടാവിന് സാധിച്ചിട്ടില്ല. കടയുടെ മുൻഭാഗത്തെ ഗ്ലാസ് തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. വലിയൊരു ഓളോ ബിക്സ് ഉണ്ട് ഗ്ലാസ് ഇട്ടിട്ട്, പിന്നെ ആ സ്റ്റെപ്പൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഒരു പലകെടുത്തിട്ട് ഗ്ലാസ് ബുക്ക് എറിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ലോക്ക് പിടിച്ച് പിന്നെ എന്തോ ചെയ്തിട്ട് ആ ലോക്ക് ലൂസായിക്കാണ്ട് ഒക്കെ ആയിട്ടുണ്ട്. ഷട്ടർ ഉള്ളിലാണ് ഷട്ടർ കിടക്കുന്നത്. രാത്രി 1 മണിക്ക് ശേഷമാണ് സംഭവം. CCTV നോക്കിയിട്ട് പിന്നെ അറിയുന്നത്. കാരണം കല്ല് രാത്രി 1 മണിക്ക് ശേഷം 1 മണിന് മുമ്പ് വരെ ആ കല്ല് അവിടെ ഉണ്ട്. 6:30 ആകുമ്പോൾ ഞാൻ കട തുറക്കുമ്പോൾ കടന്റെ ഷട്ടറൊക്കെ ആകെ പൊട്ടിച്ചിട്ട് നിലയിൽ തന്നെ കിടന്നു. പിന്നെ ഇവിടുന്ന് പോയ സാധനങ്ങൾ പറഞ്ഞാൽ അച്ചാറുകൾ പോയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് മസാലകൾ ഉണ്ടായിനി, അതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മീൻ, ഉണക്ക മത്സ്യം പോയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. പുലർച്ചെ 1 മണിയോടെയാണ് മോഷ്ടാവ് ജംഗ്ഷനിലെത്തിയതെന്ന് സമീപത്തെ ജ്വല്ലറിയിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. എടവണ്ണ പോലീസ് മോഷണം നടന്ന കടകളും പരിസര പ്രദേശങ്ങളും പരിശോധിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളാണോ എന്ന സംശയത്തെ തുടർന്ന് സമീപത്ത് തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലും പോലീസ് പരിശോധന നടത്തി. കൂടുതൽ CCTV ക്യാമറകൾ പരിശോധിച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മാസങ്ങൾക്ക് മുമ്പ് എടവണ്ണയിൽ 7ഓളം സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ജാമ്യാപേക്ഷ തള്ളിയ കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹാജരാകാനും സത്യഭാമയോട് ആവശ്യപ്പെട്ടു. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. തൃശൂർ വാടാനപ്പള്ളിയിൽ വൻ കഞ്ചാവ് വേട്ട. 12.5 കിലോ കഞ്ചാവുമായി മഹാരാഷ്ട്ര സ്വദേശി സയ്യിദ് ഇർഫാൻ പിടിയിലായി. കോഴിക്കോട് ചെറുവണ്ണൂരിലെ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവർ എടക്കര സ്വദേശി P സൽമാന്റെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വിദ്യാർത്ഥിനിയെ ബസ് ഇടിച്ച സംഭവത്തിലാണ് നടപടി. നടിയും മോഡലുമായ നൂർ മാളവിക ദാസ് മുംബൈയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. അതേസമയം ആത്മഹത്യയെന്നാണ് പോലീസ് നിഗമനം. കൊച്ചുകുട്ടികളെയും വൃദ്ധരായ സ്ത്രീകളെയും പോലും കാമക്കണ്ണുകളോടെ കാണുന്നവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം വീട്ടിലും പൊതുസ്ഥലത്തും അതിക്രമത്തിന് ഇരകളാകുന്ന ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ. ആലപ്പുഴ കായംകുളത്ത് 82-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 33-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയോധികയെ വീട്ടിൽ കയറി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൃഷ്ണപുരം സ്വദേശി രമേശനാണ് പിടിയിലായത്. ഇതിനു മുൻപ് 2013 ഒരു വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ഇയാൾ 1 വർഷം
ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ലൈംഗിക വൈകൃതമുള്ള വ്യക്തികളെ പുറം ലോകം കാണാൻ പോലും ഇനി അനുവദിക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.